ഹലോ സുഖാണോ? നാട്ടിലെന്തെങ്കിലും എന്താ ഹെയർ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അങ്ങനെ ഞാൻ ഹെയർ കെയർ ചെയ്യാനായിട്ട് എന്താ അലോവേര പിന്നെ വേലിയുമുള്ള ഈ സംഭവം നീരോലി എന്ന് പറയും. ഇതും കുറച്ച് പൊട്ടിച്ചു. ഇനി പ്രധാനപ്പെട്ടത് ചെമ്പരത്തിയുടെ ഇല. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് അത്യാവശ്യം ഒരു കാര്യമാണ്. നാട്ടിൽ നിന്ന് എന്തായാലും പോകുമ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് എടുത്തിട്ട് പോകണം ചെന്നൈയിൽ ഇത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നമ്മുടെ ബാൽക്കണിയിൽ ഇത് കുഴിച്ചിടാന്നുള്ള പ്ലാനാണ് ഇപ്പം ഞാൻ ആലോചിച്ചത്. പിന്നെ കറിവേപ്പില ഒരു തണ്ടെടുത്തു. ഇത്രയും സാധനങ്ങൾ വേണം നമ്മുടെ ഹെയർ കെയറിന് അത്യാവശ്യമായിട്ട്. ഇപ്പം എല്ലാം കളക്ട് ചെയ്തല്ലോ, ഇനി നമുക്കത് ഉണ്ടാക്കിയാലോ? വാ കാണിച്ചു തരാം കേട്ടോ എന്താണ് എൻ്റെ ഹെയർ കെയർ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന്. ചെമ്പരത്തി, കറ്റാർവാഴ, ഇത് നെല്ലിക്കപ്പൊടിയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇത് ചായപ്പൊടി, പിന്നെ ഉള്ളിയും സവോളയും, ഞാൻ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവ, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നു. ഇത് നമ്മൾക്ക് സെപ്പറേറ്റ്. ചെമ്പരത്തി, കറ്റാർവാഴ, നീരോലിയും കൂടി ഞാൻ മിക്സിയിൽ അടിച്ച് ഇതുപോലെ പേസ്റ്റാക്കി. ഫസ്റ്റ് തിളപ്പിച്ചില്ലേ, അത് നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി. പിന്നെ ഇത് താളി നമ്മൾ ഷാമ്പിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ ഫസ്റ്റ് മുടിയെല്ലാം കോംബ് ചെയ്ത് വൃത്തിയാക്കുന്നു. പിന്നെ സെക്ഷനായിട്ട് എടുത്തിട്ട് ഈ സ്പ്രേ ബോട്ടിലുള്ള നിറച്ചിട്ടുള്ള നമ്മൾ ഈ ഹെയർ കെയർ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ സൊല്യൂഷൻ നല്ലോണം സ്പ്രേ ചെയ്ത് നല്ലോണം സ്കാൽപ്പിലും മുടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചിട്ട് 10 മിനിറ്റ് വയ്ക്കും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഹെയർ ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാൻ കാച്ചിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് സ്കാൽപ്പെല്ലാം നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. അതിനുശേഷം എല്ലാ ഭാഗത്തും കോമ്പ് വെച്ച് ഈരി കൊടുക്കുന്നു. പിന്നെ നമ്മളെ കയ്യിലുള്ള താളി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നാച്ചുറലായിട്ട് പറയുന്നത് ഷാമ്പൂ എന്ന് പറയും. പണ്ട് കാലത്ത് ഷാമ്പൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ താളിയാണ് എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടല്ലേ ഷാമ്പൂ ഒക്കെ വന്നത്. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് ഡ്രൈ ആവുന്ന വരെ കുറച്ച് നേരം പിടിക്കുന്നു. പിന്നെ വാഷ് ചെയ്ത് കളയുന്നു. ഇപ്പം എൻ്റെ മുടി ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു മോയ്സ്ചറും നല്ലൊരു കുളിർമയും ഇതൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ തല നല്ല തണുത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇതെൻ്റെ കുക്കുവിനെ കുറച്ച് നേരം കൊഞ്ചിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അവൻ എന്നെ ഇങ്ങനെ കൊഞ്ചിക്കാനായിട്ട് വന്ന് നിൽക്കായിരുന്നു. അങ്ങനെ എൻ്റെ ഹെയർ കെയർ ഇത്രയേ ഉള്ളൂ. നാട്ടിൽ വന്നാൽ ഇത് മസ്റ്റായിട്ടും ചെയ്യും. അപ്പോൾ ബൈ.